ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തമ്പനയിൽ കണ്ട പോലെ അപ്പം കൊണ്ടൊരു പിസ്സ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമ്മൾ പിസ്സയുടെ സോസ് ഉണ്ടാക്കാം. പിസ്സയുടെ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കിട്ടിയ ടൊമാറ്റോ കുറച്ച് പഴുപ്പ് കുറവാണ്. നല്ല പഴുത്ത് ചുവന്ന ടൊമാറ്റോ എടുത്തോളൂ കേട്ടോ. ടൊമാറ്റോനെ ജസ്റ്റ് ഒന്നിങ്ങനെ മേലൊന്ന് 4ആയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നേരെ തിളച്ച കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തു. എന്നിട്ട് ആ ടൊമാറ്റോ നേരെ തണുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്തിരിക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ട് ആ ടൊമാറ്റോയുടെ തൊലിയെല്ലാം നമുക്ക് ഒലിച്ചെടുത്തിട്ട് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് അതിനൊരു സൈഡിലേക്ക് വെച്ചോ. എന്നിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. 1 ടീസ്പൂണ് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, അത് നല്ലപോലെ സോട്ട് ചെയ്യാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യാം. നല്ല സോട്ടായി വരുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കുരുമുളക്, പിന്നെ കുറച്ച് ഡ്രൈ അരിഗാനോ, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് തിക്കാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പിസ്സയുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പിസ്സക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. നമ്മൾ കുഞ്ഞതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്സയുടെ ചിക്കൻ ഇടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടാം, കുരുമുളക് പൊടി ഇടാം, ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിനെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ നമ്മൾ ഫജീദ വെജിറ്റബിൾ സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഒനിയൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ആ പാനിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഓവറായിട്ട് കുക്ക് ചെയ്ത് ആ കളറൊന്നും ഓഫ് ആവരുത്. ജസ്റ്റ് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്ന വരെ ജസ്റ്റ് കുക്ക് ചെയ്യാം. അതും നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബേസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബേസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപ്പത്തിൻ്റെ ബാറ്ററാണ്. അപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. ആവശ്യമുള്ളവരാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാം. നല്ല ഫ്ലാറ്റായിട്ടുള്ള ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അപ്പത്തിൻ്റെ ബാറ്റർ നല്ല കട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കള്ളപ്പൊക്കെ ഇല്ലേ, അതേപോലെ ലെവലിൽ നല്ല കട്ടിക്ക് ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ബബിൾസ് ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പത്തിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ അപ്പത്തിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള പിസ്സയുടെ സോസ് സ്പ്രെഡ് ചെയ്യാം. പിന്നെ കുറച്ച് മൊസറല്ല ചീസ്, ഞാൻ മൊസറല്ല ചീസാണ് എടുത്തേക്കുന്നത്, കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് ഫജീദ വെജിറ്റബിൾ കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി മൊസറല്ല ചീസ് ഇടാം. എന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ആ പിസ്സനൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. പിസ്സയുടെ ചീസിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കവറൊന്ന് പൊക്കി വെക്കാം. ഓക്കെ, നമ്മുടെ പിസ്സയുടെ ചീസ് മെൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പിസ്സ റെഡിയായി. നേരെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് പോകാം. നേരെ കട്ടിംഗ് ബോർഡ് വേണം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറയണം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.